ഇതാ ഈ കൈയിലെ രോമം നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ പറിച്ചെടുക്കുകയാണ്. ഒരു വേദന ഉണ്ടാവില്ല, വളരെ സ്മൂത്തായിട്ട് നമുക്കിത് വലിച്ചെടുക്കാം. അതെ, ഫിലിപ്സ് എന്ന കമ്പനിയുടെ എപ്പിലേറ്റർ. നമസ്കാരം, എല്ലാ മലയാളി പ്രേക്ഷകർക്കും AC വിഷൻ അവതരിപ്പിക്കുന്ന മറ്റൊരു അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എപ്പിലേറ്ററാണ്. ഫിലിപ്സ് എന്ന കമ്പനി പുറത്തിറക്കിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് എപ്പിലേറ്റർ. ഈ ഒരു എപ്പിലേറ്റർ കൊണ്ട് നമുക്ക് കൈ കാലുകളിൽ നിന്നുള്ള അമിതമായി രോമം വളരുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, സാധാരണ രീതിയിൽ നമുക്ക് പറിച്ച് മറ്റേ വേദന ക്രീം തേച്ചിട്ട് വലിച്ച് പറിച്ചെടുക്കുന്ന ഒരു ഇതാണ് ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്യൽ അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നൈസായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ കൈ കാലുകളിൽ നിന്നുള്ള അമിതമായി രോമം വളരുന്നവർക്ക് ഉണ്ട് എങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, എക്സ്പെഷ്യലി ലേഡീസിനാണ് ഇത് ഉപയോഗിക്കപ്പെടുക. ഉണ്ട് എങ്കിൽ അത് നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും, വലിച്ച് പറിച്ച് എടുക്കാൻ കഴിയും. പക്ഷേ അത്രയും മറ്റേ ബ്യൂട്ടി പാർലർ പോലെ ചെയ്യുന്ന പോലത്തെ അത്ര വേദനയൊന്നും ഇതിനുണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് വേദന വളരെ കുറച്ചുകൊണ്ട് തന്നെ നമുക്കിത് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിച്ച് നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ പറ്റും. രോമങ്ങൾ അമിതമായി വളർന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറിച്ച് വളരെ സ്മൂത്തായിട്ട് സ്കിന്നിനെ കൊണ്ടെടുക്കാൻ പ്രത്യേകിച്ച് ലേഡീസിന് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ എപ്പിലേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ അടുത്തിട്ടായിട്ട് കിട്ടുന്ന വീഡിയോസുകളൊക്കെ ഗ്രൂമിങ് കിറ്റുകളെ സംബന്ധിച്ചുള്ള വീഡിയോസുകളാണ് നമ്മൾ അടിക്കടി ഇടുന്നത്. നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ 1 by 1 ആയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ട് വരിക, ഓരോ കാറ്റഗറി അനുസരിച്ചുള്ളത്. ഇനിയും ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ റിവ്യൂ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ എപ്പിലേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ഏകദേശം മാർക്കറ്റിൽ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്നുണ്ട് ഈ സാധനം. ഏകദേശം ഒരു 2600, 1900 തൊട്ട് 2600, 3200 അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റുകൾ. അപ്പോൾ ഓരോന്നും പർപ്പസ് വ്യത്യാസമാണ്. ഈ ഒരു എപ്പിലേറ്ററിന് ഇതിന് ബാറ്ററി ബാക്കപ്പ് എന്ന സംഭവമില്ല. ഡയറക്റ്റ് കേബിൾ ഇതിൽ കണക്ട് ചെയ്യണം. അതായത് ചാർജറാണ്. ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മാത്രമേ, നീളമുള്ള ചാർജറാട്ടോ, അത് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മാത്രമാണ് ഇത് വർക്കാവുള്ളൂ. ഇതേ സാധനം തന്നെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് മോട്ടറിന് പവർ ലേശം കുറയുന്നുണ്ട്. ഇത് ഡയറക്റ്റ് കറണ്ട് ആയതുകൊണ്ട് നല്ല ഇതിൽ പവറിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. 2 സ്പീഡാണുള്ളത്. ഈ മോട്ടർ നല്ല പവറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 15 വാട്ട്സിൻ്റെ മോട്ടർ. അപ്പോൾ അത്രയും നല്ല ഇതിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഈ രോമങ്ങൾ പറിച്ചെടുക്കുന്ന പർപ്പസ് അവിടെ സ്മൂത്തായി വരികയുള്ളൂ. അതുകൊണ്ടാണ് അവർ അത്രയും വാട്ട്സ് കൂടിയ മോട്ടർ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് റീചാർജ് ചെയ്യുന്ന ടൈപ്പിലുള്ള ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന റീചാർജബിൾ ആണെങ്കിൽ ആ ഒരു മോട്ടറിന് അത്രയും പവർ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഡയറക്റ്റ് കോഡ് വേറെ കൊടുത്തുകൊണ്ടാണ് ഇത് ചാർജ് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമതൊരു എടുത്ത് പറയേണ്ടത്, ഇത് റീചാർജബിളും അല്ലാത്തതുകൊണ്ട് ഈ അല്ലാത്തതാണ് കുറച്ചുകൂടെ വർക്കിംഗ് എഫിഷ്യൻസി കൂടുതലുണ്ടാവുക. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാറണ്ടിയാണ്. 1, 2, 3 വർഷങ്ങൾ വാറണ്ടിയുള്ള പല വിധത്തിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഫിലിപ്സിൻ്റെ 1 year വാറണ്ടിയാണ് ബേസായിട്ട് വരുന്നത്. 2 വർഷം വാറണ്ടി വരുന്നതും ഇതേ കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വാറണ്ടി നോക്കി തന്നെ വാങ്ങാം. റീപ്ലേസ്മെൻറ്റ് ആയിരിക്കില്ല, അതിൻ്റെ മോട്ടർ മാത്രം സർവീസ് ആയിരിക്കും. കൂടുതലും കമ്പനി പ്രൊവൈഡ് ചില സാഹചര്യങ്ങളിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. അതാണ് ഈ വാറണ്ടി പീരീഡ് വരുന്നത്. 1, 2, 3 വർഷങ്ങളിലൊക്കെ വാറണ്ടി സർവീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ചാർജർ അല്ലെങ്കിൽ ഇതിൻ്റെ വാട്ട്സ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, ചാർജർ 15 വാട്ടിൻ്റെ ചാർജറാണ്. അതേപോലെ തന്നെ 5.4 വാട്ട്സിൻ്റെ മോട്ടറാണ്. 5.4 വാട്ട്സിൻ്റെ 15 വോൾട്ടും 5.4 വാട്ട്സും വരുന്ന ഒരു ചാർജറാണ് യൂസ് ചെയ്യുന്നത്. അത്രയും പവർഫുൾ മോട്ടറാണ് ഇതിനകത്തുള്ളത് എന്നർത്ഥം. എപ്പിലേറ്ററിൻ്റെ ഒരു ഹെഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതേപോലെ തന്നെ ഇതിന് ഷേവിങ്ങിൻ്റെ ഹെഡും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ ഷേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷേവിങ് ഹെഡും ഇതേപോലെ തന്നെ എപ്പിലേറ്ററിൻ്റെ ഹെഡും രണ്ടിനും ഈ 2 സെപ്പറേറ്റ് ഹെഡ് ഇവർ കൊടുത്തിട്ടാണ്. നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഷേവ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ട്രിം ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ് മാറ്റിയിട്ട് അതിൻ്റെ ഷേവിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഹെഡ് ഇതിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക, ട്രിമ്മറിൻ്റെ ഹെഡ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി എപ്പിലേറ്റിംഗ് ആണ് വേണ്ടതെങ്കിൽ, അത് എപ്പിലേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്, കൈയും കാലൊക്കെ വൃത്തിയാക്കാനാണെങ്കിൽ ഈ ഒരു ഹെഡും യൂസ് ചെയ്ത് ഊരാൻ വളരെ സിമ്പിളാണ്. സൈഡോട്ട് ജസ്റ്റ് ഒന്ന് നീക്കിയാൽ മതി. ഈ വീഡിയോ കാണുന്നവരെ ജസ്റ്റ് ഒന്ന് നീക്കിയാൽ ഇത് മെല്ലെ ഇങ്ങോട്ട് ഊരിയെടുക്കാം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ആ ഷേവിങ്ങിൻ്റെ ഹെഡ് എടുത്തിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്യും. ഈ ഒരു ഹെഡ് എടുത്തിട്ട് വേണം നമുക്ക് അതിനകത്തൊരു കുഞ്ഞ് ബ്രഷ് കൊടുത്തിട്ടുണ്ട്. ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാനും കഴുകാനും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ഹെഡ് മാത്രമാണ്. നനയ്ക്കാനും ഒക്കെ പറ്റുള്ളൂ. ഈ ഒരു മോട്ടർ, ഈ കാണുന്ന ഈ മോട്ടർ ഒരിക്കലും നമുക്ക് നനക്കാൻ പാടില്ല, കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതും ഇതിൻ്റെ കൂടുതൽ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇത് എപ്പിലേറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ ശരീരഭാഗത്ത് 90 ഡിഗ്രിയിൽ പിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് മൂവ് ചെയ്യിക്കാൻ, ഈ ഒരു മെഷീൻ മൂവ് ചെയ്യിക്കാൻ. എന്നാലും മാത്രമാണ് കറക്റ്റായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഈ 90 ഡിഗ്രി പിടിച്ചിട്ട് വേണം ഒരു ഭാഗത്തേക്ക് മാത്രം, താഴത്തേക്ക് മുകളിലേക്ക് ആക്കല്ലേ, ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഉപയോഗശേഷം കൈകാലുകൾ ഒരു അലോവേര ജെല്ല് പോലത്തെ ജെല്ല് ഉപയോഗിച്ച് ഒന്ന് തടവുന്നതും വളരെ നന്നായിരിക്കും.